ഇന്ന് സംസാരിക്കുന്നത് ശ്രീ കെ വിനോദ് ചന്ദ്രൻ എഴുതിയ നവോത്ഥാനത്തിൻ്റെ ഗുരുനേരം എന്ന ലേഖനത്തെക്കുറിച്ചാണ്. തൃശ്ശൂർ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായി വിരമിച്ച ശ്രീ കെ വിനോദ് ചന്ദ്രൻ നിരവധി പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസിദ്ധ നിരൂപകനായിരുന്ന സി പി ശ്രീധരൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ ആ ടൈറ്റിൽ ഇങ്ങനെയാണ്: നവോത്ഥാനത്തിൻ്റെ ഗുരുനേരം. അപ്പോൾ ഇതിനകത്ത് ലഘുവെന്നും ഗുരുവെന്നും പറയുന്ന രണ്ട് സംജ്ഞകൾ അദ്ദേഹം താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രീനാരായണ ഗുരു ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളെയും ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ലഘുവായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ നന്നായിട്ട് ഗുരുവായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാനത്തിൻ്റെ ഗുരുനേരം. അപ്പോൾ അവിടുത്തെ ഗുരു എന്നുള്ളത് ശ്രീനാരായണ ഗുരു എന്ന അർത്ഥത്തിലല്ല, പകരം ഗുരു എന്ന് വെച്ചാൽ ഉത്തമമായ അല്ലെങ്കിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ രീതിയിൽ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കലയിലൂടെയും ചിന്തയിലൂടെയുമുള്ള ഒരു പുനർവിചാരമാണ് വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ പുരോഗമിക്കുന്ന ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കമെന്ന് നമുക്ക് പറയാം. കേരളീയ നവോത്ഥാനത്തിന് വിത്തുപാകിയ നാരായണ ഗുരുവിൻ്റെ സാഹിത്യകൃതികൾ ആധുനിക കാലത്തിൻ്റെ നവമായ ചിന്തകൾക്ക് സുദൃഢമായ രീതിയിൽ അടിത്തറ സൃഷ്ടിക്കുകയുണ്ടായി. നാരായണ കൃതികൾ ഉള്ളടങ്ങിയിരിക്കുന്ന ആന്തരിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിവിധ വീക്ഷണകോണുകളിൽ പഠനം നടത്തേണ്ടതുണ്ട്. എന്നാൽ നാരായണ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടില്ലാത്ത അവസ്ഥ കൃതികളുടെ വ്യാപകമായ പ്രചാരണത്തിന് തടസ്സം നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ദ്രിയങ്ങളിലൂടെ മനുഷ്യസാധ്യമായതെല്ലാം വിഭിന്നമായ കർമ്മങ്ങളിലൂടെ അനുഗുണമായ രീതിയിൽ പ്രയോഗ സാധ്യതകളിലേക്ക് എത്തിക്കുന്ന ചിന്തകൾക്ക് തുടക്കം കുറിച്ച സാംസ്കാരിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഇത്തരം ചിന്തകളുടെ എല്ലാ സമ്മേളനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ നേടിയിരിക്കുന്നത്. ലഘു ഗുരു എന്നീ വാക്കുകളോട് വിവക്ഷിക്കുന്ന നിരവധി ഗുരു വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ചരിത്രത്തിൻ്റെ ഗുരുനേരങ്ങളിലേക്കാണ് ലേഖനം ഊന്നൽ നൽകുന്നത്. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള നിരീക്ഷണങ്ങളെല്ലാം ലഘുനേരങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് ലേഖനം അഭിപ്രായപ്പെടുന്നുണ്ട്. നവോത്ഥാന ചരിത്രത്തിൻ്റെ ഗുരുനേരങ്ങളിലേക്കാണ് ഈ ലേഖനം വികസിക്കുന്നത്. ഭാവിയുടെ വ്യവഹാരമായ നവോത്ഥാന പ്രസ്ഥാനം അന്തസ്ഥിതമായ, ഐഹികമായ, ലീനസാധ്യമായ ഭാവിയെ സൂചിപ്പിക്കുന്നു. നീതിയുടെയും കാമനയുടെയും ഉയർപ്പിൻ്റെ കാലം, അതാണ് ഇവിടെ ഭാവി എന്ന് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയും സമുദായ നേതാവിൻ്റെയും ഹിന്ദു മിഷണറിയുടെ റോളുകളിലേക്ക് ആധുനിക നിരൂപകർ ഗുരുവിനെ ചുരുക്കിയതായി ലേഖകൻ വിമർശിക്കുന്നു. എന്നാൽ പരമമായ അനന്തത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അഹത്തിൻ്റെയും സങ്കല്പനങ്ങളിലൂടെ വിപ്ലവകരമായ വിന്യാസങ്ങളാണ് ഗുരുവിൻ്റെ ചിന്തകൾ. പാശ്ചാത്യ നവോത്ഥാന മാതൃകയിൽ ശ്രീനാരായണ ഗുരു സ്വാംശീകരിച്ച നവചിന്താധാര ബ്രാഹ്മണ്യത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും ജീർണതകളെന്ന പോലെ കൊളോണിയൽ ആധുനികതല ചിന്താധാരകളെയും ഇളക്കി മറിക്കുന്നതായി ലേഖകനായ ശ്രീ വിനോദ് ചന്ദ്രൻ നിരീക്ഷിക്കുന്നു. സാമൂഹ്യ സമുദായ പരിഷ്കർത്താവിൻ്റെയും ഹിന്ദു മിഷണറിയുടെ റോഡുകളിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ ചരിത്രകാരന്മാർ ചുരുക്കി അടയാളപ്പെടുത്തിയതിനെതിരെ തൂലിക ചലിപ്പിച്ച ലേഖകൻ കൊളോണിയൽ മിഷണറി ആധുനികതയെയും അനുബന്ധമായി നിലനിൽക്കുന്ന ദേശീയ ആധുനികതയും അതിക്രമിക്കുന്ന ഈ ആധുനിക ധാരയാണ് കേരളീയ നവോത്ഥാനത്തെ സ്വയം പ്രകാശകവും അഭിനവമാക്കുന്നതെന്ന് സമർത്ഥിക്കുന്നു. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഈ ബദൽ നിർണയങ്ങളാണ് ആധുനിക വ്യവഹാരങ്ങൾ തമസ്കരിക്കപ്പെട്ടത്. ബ്രാഹ്മണ്യത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും കൊളോണിയൽ ആധുനികതയുടെയും തത്വപ്രമാണങ്ങളെ ഈ നാമം മറിച്ചു. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നവചിന്താധാര മതാത്മകവും ആത്മീയവും സാമൂഹികവുമായ അതീതങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് അന്തസ്ഥിതത്തിൻ്റെ വിധാനങ്ങളെ മോചിപ്പിച്ചതായി ലേഖകൻ വിലയിരുത്തുന്നു. ഇനി അദ്ദേഹം മുന്നോട്ട് പറയുന്ന ചില കാര്യങ്ങൾ, അതായത് പ്രിയവും സുഖവും, ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ അല്ലെങ്കിൽ കവിതകൾ കാണപ്പെടുന്ന പ്രിയം എന്താണ്, സുഖം എന്താണ് എന്ന് ഈ പറഞ്ഞ രണ്ട് വാക്കുകളുടെ താരതമ്യപ്പെടുത്തലാണ് അടുത്ത ലേഖകൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ ശങ്കരൻ മുന്നോട്ട് വയ്ക്കുന്ന അദ്വൈത സിദ്ധാന്തത്തെ പുനർവിന്യസിക്കുക അല്ലെങ്കിൽ പുതുക്കി പണിയുക എന്ന കർത്തവ്യമാണ് ശ്രീനാരായണ ഗുരു തൻ്റെ കൃതികളിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരേ സമയം അദ്വൈതത്തിൻ്റെ വൈക്ലിഷ്ട പ്രകടമാക്കുകയും സാമൂഹികമോ രാഷ്ട്രീയമോ സാംസ്കാരികമായ ആളുകളുടെ ഉന്മൂലനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന കർമ്മമാണ് ശ്രീനാരായണ ഗുരു അനുഷ്ഠാനപരമായി നിർവഹിച്ചിരിക്കുന്നത്. അദ്വൈതത്തിൻ്റെയും ശൈവ സിദ്ധാന്തത്തിൻ്റെയും അന്തസ്സത്തെ ഗുരു ആന്തരീകരണത്തിൻ്റെ അവസ്ഥാന്തരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അഹത്തിൻ്റെയും ജ്ഞാനചിന്തയുടെയും അന്തരംഗങ്ങൾ കാമനയും ആനന്ദത്തെയും പ്രതിഷ്ഠിച്ചു എന്നതാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഒതുക്കിയ ദിശാവ്യതിയാനങ്ങൾ പ്രഥമ ഗണ്യമായി എടുത്തുകാട്ടാനാവുന്നത്. സ്വന്തം ഭാവശക്തിക്ക് ശ്രീനാരായണ ഗുരു നൽകുന്ന പ്രാധാന്യത്തിനാണ് ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഊന്നൽ നൽകുന്നത്. സുഖത്തിൻ്റെയും കാമനയുടെ നിരാസമാണ്
ഗുരുവിൻ്റെ നൈതിക ചിന്തയെ വേർതിരിക്കുന്നത്. ആത്മോപദേശ ശതകത്തിൽ ശങ്കരാദ്വൈതത്തിൽ നിന്ന്, ബ്രാഹ്മണ്യത്തിൻ്റെ പൂർവ്വ മീമാംസകളിൽ നിന്നും, വിക്ടോറിയൻ സദാചാരത്തിൽ നിന്നും, ഗാന്ധിയൻ സന്മാർഗീയതകളിൽ നിന്നും ശ്രീനാരായണ തൻ്റെ ചിന്തയെ വേർതിരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു അദ്വൈത ജീവിതത്തിൽ വ്യക്തമാക്കുന്നു, മനുഷ്യരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. ക്ഷണഭങ്കുരമായ വിഷയങ്ങളെക്കാൾ മനുഷ്യാത്മാവിന് അധികം പ്രിയം കാണുന്നത് സുചിരമായി ശാശ്വതമായി വിളങ്ങുന്ന സുഖത്തിലാണ്. ആന്തരിക പരിഷ്കാരത്തിലൂടെ മാത്രമേ സുഖപ്രാപ്തി കൈവരൂ. മനുഷ്യ സമുദായത്തിന്റെ പരമമായ ലക്ഷ്യം സുഖമാണെന്ന് ഗുരു പ്രഖ്യാപിക്കുന്നു. അഖിലരും ആത്മസുഖത്തിനായി ചെയ്യുന്ന പ്രയത്നമാണ് മതം എന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നു. ഈ കൃതിയിൽ ആത്മജ്ഞാന ദർശനത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് പ്രിയമീമാംസയാണ്. ആത്മോപദേശ ശതകത്തിൽ ഒരു ഭാഗത്ത് പ്രിയത്തിന്റെ കാമനയുടെ ഒരു എതിർമീമാംസ നിർമ്മിക്കുകയാണ്. കാമനാധിഷ്ഠിതമായ ഒരു നവനൈതികതയുടെ താത്വിക പ്രമാണമാണ് ആത്മോപദേശ ശതകത്തിലെ 21 മുതൽ 24 വരെയുള്ള പ്രിയ വിചിന്തനങ്ങൾ. ശുദ്ധമായ കാമനയാണ് പ്രിയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആനന്ദത്തെയും പ്രേമഭാവത്തെയാണ് പ്രിയം സൂചിപ്പിക്കുന്നത്. ഈ പ്രിയസങ്കല്പം കാമനയെ അതിൻ്റെ അഭാവത്താലും നിരോധനത്താലും നിർവചിക്കുകയും ഈഡിപ്പൽ കോംപ്ലക്സിൻ്റെ ഇതിവൃത്തത്തിനുള്ളിൽ തളച്ചിടുകയും ചെയ്യുന്ന ഫ്രോയിഡിൻ്റെ കാമസങ്കല്പത്തിൽ നിന്ന് പാടെ വ്യത്യസ്തമാണ് എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു. പകരം ആഗ്രഹത്തെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ആത്മശക്തിയായി ആനന്ദത്തിൻ്റെയും അധികത്തിൻ്റെയും സജീവമായ ഭാവമായി നിർവഹിക്കുന്ന സ്പിനോസിയൻ ദർശനവുമായാണ് ഗുരുവിൻ്റെ ജ്ഞാന നൈതിക കാമനാ സങ്കല്പങ്ങൾ ഒത്തുപോകുന്നത്. ആനന്ദദായകമായ ഈ പ്രിയ വസ്തു അറിവാണ്. ആത്യന്തികമായ കാമന വസ്തു ഏകമേവ അദ്വിതീയമായ അറിവ് ആയതിനാൽ, ആത്മവസ്തുവായതിനാൽ കാമനയ്ക്ക് ജാതിഭേദം ഇല്ല എന്നാണ് പ്രിയ വിചിന്തനം സ്ഥാപിക്കുന്നത്. ലോകകാര്യങ്ങളിൽ അദ്വൈതം ദീക്ഷിക്കുമ്പോൾ വർണ്ണാശ്രമധർമ്മം അപകടത്തിലാവും. അദ്വൈതത്തിലെ ഈ ദ്വൈതഭാവം നിഷേധിക്കുക വഴി സമുദായത്തിലെ ഉച്ചനീചത്വങ്ങൾ നിഷിദ്ധങ്ങളാണെന്ന് തെളിയിച്ചതിനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം സ്ഥിതി ചെയ്യുന്നത്. അത് നീയാകുന്നു എന്ന് പറയുന്നതിൽ തത്വമുണ്ട്, എന്നാൽ കവിതയില്ല. പക്ഷേ ഈ തത്വം മറ്റൊരർത്ഥത്തിൽ രസനിധിയായ കവിതയായി പടർന്ന് പുഷ്പിച്ചു കിടക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലെ വരികൾ ഉദ്ധരിക്കാം. അവൻ ഇവനെന്നറിയുന്ന ഒക്കെയും ഓർത്താ അവനിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിപ്പത് അപരന് സുഖത്തിനായി വരേണം. അവനിവനെന്ന് വിളിക്കപ്പെടുന്ന അഹങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആദിമമായ ഒരു ആത്മരൂപമാണ്. അഹവും അപരവും ആത്മാവും ഒന്നാണെന്ന് കൽപ്പിക്കപ്പെടുന്ന ഈ പ്രതിഷ്ഠാപന വാക്യത്തിൽ നിന്ന് പുത്തൻ നൈതികതയുടെ സ്നേഹപ്രമാണം ഉയർന്നു വരുന്നു. അഹം എന്നത് ആദിമമായ ആത്മരൂപമായതിനാൽ ആത്മസുഖത്തിനു വേണ്ടി ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ അപരസുഖത്തെയും ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കണം എന്നിങ്ങനെ അദ്വൈതത്തെ സാധാരണക്കാരൻ്റെ കൂടി അമൃതാക്കി മാറ്റിയിരിക്കുന്നു ശ്രീനാരായണ ഗുരു എന്ന ദാർശനിക കവി. പരസുഖത്തെ ഉൽപ്പന്നമാക്കി മാറ്റുമ്പോഴാണ് ആത്മസുഖത്തിനുള്ള കർമ്മം സാധൂകരിക്കപ്പെടുന്നത്. അനുശാസനമോ ആജ്ഞാവാക്യമോ അല്ലാത്ത വെറും ആമന്ത്രണം മാത്രമായുള്ള ആശയമാണ് ഈ ശ്ലോകത്തിലൂടെ ഗൂഢാർത്ഥത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. ആത്മസുഖത്തെയും പരസുഖത്തെയും ആത്മസുഖത്തിൽ അധിഷ്ഠിതമായ ഈ നവനൈതികത ഒന്നിപ്പിക്കുന്നു. ശ്രീനാരായണ തെളിയിക്കുന്ന പ്രിയത്തിൻ്റെ അല്ലെങ്കിൽ കാമനയുടെ എതിർമീമാംസയെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് ലേഖനത്തിൽ. ആത്മോപദേശ ശതകത്തിൽ പ്രത്യക്ഷമാകുന്ന പ്രിയസങ്കല്പത്തെ നിർവചിക്കുകയാണ് ലേഖകൻ. പ്രിയത്തിന് ജാതിയില്ല എന്ന് പ്രിയമീമാംസ പ്രഖ്യാപിക്കുകയാണ്. ആത്മപ്രിയവും അപരപ്രിയവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇല്ലാതാകുമ്പോൾ ആത്മസുഖം പരസുഖത്തെയും പരസുഖം ആത്മസുഖത്തെയും പ്രത്യക്ഷമാക്കുന്നു. ആത്മവും അപരവുമായ ഭിന്നമായ ധാരകൾ ഇതിൽ പ്രത്യക്ഷമാകുന്നു. റാഡിക്കലതയാണ് കേരളീയ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകൾ ബദൽ ആധുനികമാണ്. നിരീക്ഷണം: ബ്രാഹ്മണ ഫ്യൂഡൽ പാരമ്പര്യങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട് നവോത്ഥാനത്തെ സംഭവമാക്കിയ വ്യത്യസ്തമായ ആധുനികതയാണ് ഗുരു പ്രതിദാനം ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു പിന്തുടർന്ന മാതൃക ഉപനിഷത്തുകൾ ഏറെക്കുറെ സമഗ്രമായി പ്രതിപാദിക്കപ്പെട്ട ആത്മദർശനമാണ്. ഉപനിഷത്തുകൾ ആത്മത്തെ മാറ്റമില്ലാത്തതും മറ്റെന്തെങ്കിലുമൊത്ത് സംയോജിക്കാത്തതും ആയി കാണുന്നു. ഒരു സത്ത എന്ന നിലയിൽ അത് സത്താരൂപത്തിലുള്ള മറ്റെന്തിൽ നിന്നും സ്വതന്ത്രമായി നിലനിൽക്കുന്നു. ഇതാണ് ചുരുക്കത്തിൽ ആത്മത്തെക്കുറിച്ചുള്ള ശാശ്വതവാദം. തുടർന്ന് ലേഖകൻ സംസാരിക്കുന്നത് ജാതി ധ്വംസനത്തിൻ്റെ വിപ്ലവങ്ങളെക്കുറിച്ചാണ്. ആദിശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകളുടെ അടിസ്ഥാന പാഠങ്ങൾ ആത്മോപദേശ ശതകത്തിൽ ആരംഭിക്കുകയാണ്. ആത്മപ്രിയവും അപരപ്രിയവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇല്ലാതായാൽ ആത്മസുഖം പരസുഖത്തെയും പരസുഖം ആത്മസുഖത്തെയും സൃഷ്ടിക്കുന്നു. പ്രിയത്തിന് ജാതിയില്ല, പ്രിയോൽപ്പന്നമായ സുഖത്തിനും ജാതിയില്ല. ആത്മാവും അഹവും തമ്മിലുള്ള ജാതിഭേദത്തെ തകർക്കുന്നിടത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിവിരുദ്ധ ജാതിരഹിത വിപ്ലവം ജനിക്കുന്നത്. അപരത്തിൻ്റെയും ആത്മാവിൻ്റെയും സത്ത ഒന്നാണെന്ന് സ്ഥാപിക്കുന്നതിലൂടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർമ്മാർജ്ജനം കടന്നു വരുന്നത്. ഗുരു നടത്തിയ ജാതിവിരുദ്ധ സമരങ്ങളുടെ മർമ്മം ഇവിടെയാണ്. അധികാര സ്ഥാപനങ്ങളിൽ നിന്നല്ല, മറിച്ച് പ്രിയത്തിൻ്റെ ജാത്യവൽക്കരണത്തിൽ നിന്നും അന്യവൽക്കരണത്തിൽ നിന്നുമാണ് ജാതി ഉടലെടുക്കുന്നത്. പ്രിയ വിപ്ലവത്തിൻ്റെ സ്ഥാപന രൂപമാണ് ജാതി.
ജാതി കാമനയുടെ ജാതീകരണമാണ്. സാമുദായികമായ ജാതിവൽക്കരണത്തിൻ്റെ ബീജകാരണമെന്നും സാമുദായികമായ ജാതി നശിച്ചാലും പ്രിയൻ ജാതീകരിക്കപ്പെട്ടാൽ അത് പുതിയ ജാതികളെ ഉൽപ്പാദിപ്പിക്കുമെന്നും ഗുരു മുന്നറിയിപ്പ് നൽകുന്നു. കാമനയെ ജാതിരഹിതമാക്കുകയും അദ്വൈതവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ജാതിയെ ഉന്മൂലനം ചെയ്യാനാകൂ എന്ന ഉൾക്കാഴ്ചയിലേക്കാണ് പ്രിയാദ്വൈതം എത്തിക്കുന്നതെന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അപജാതീകരിക്കുന്ന സൂക്ഷ്മ രാഷ്ട്രീയ സമരമായി ജാതി വളരുന്നത് ജാതീയതയുടെ മനഃശാസ്ത്രപരവും കാമനാപരവും ജ്ഞാനപരവുമായ ഉത്ഭവങ്ങളെ കണ്ടെത്തിക്കൊണ്ടാണ്. ഒരുതരം ഉന്മാദ വിശകലനമാണ് ശ്രീനാരായണ ഗുരു തൻ്റെ രചനകളിലൂടെ നിർവഹിക്കുന്നതെന്ന് ലേഖകൻ വെളിപ്പെടുത്തുകയാണ്. കാമനയെ കേന്ദ്രീകരിക്കുന്ന ഒരു നൈതികതയിൽ വ്യക്ത്യാഹന്തയുടെയും വംശാഹന്തയുടെയും ധ്വംസനത്തിലൂടെ മാത്രമേ ജാതി എന്ന ഉന്മാദത്തെ തകർക്കാനാവുകയുള്ളൂ എന്ന തത്വങ്ങളിലേക്കാണ് നാരായണ കൃതികൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഒരു കൃതികൾ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ മാത്രമല്ല, അഹവും പരവും തമ്മിലും ആത്മാപര സുഖങ്ങൾ തമ്മിലുള്ള എല്ലാ വൈരുദ്ധ്യങ്ങളും തച്ചുടക്കുകയാണ്. ഇങ്ങനെയാണ് പ്രിയാദ്വൈതം ഒരു നൈതിക വിപ്ലവമായി മാറുന്നത്. സമകാലീന വിജ്ഞാന രംഗത്ത് ഇനിയും തൃപ്തികരമായി സാധൂകരിക്കപ്പെട്ടില്ലാത്ത കുറേ സിദ്ധാന്തങ്ങൾ മാത്രമേ ഈ ദിശയിലുണ്ടായിട്ടുള്ളൂ. പൗരാണികമായ ഒരു പരികൽപ്പനയാണ് ബോധം, ആത്മം എന്നിവ. ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒരു സത്തയായിട്ടാണ് ആത്മസങ്കല്പിക്കപ്പെടുന്നത്. ജീവനുള്ള ശരീരങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബോധം അതിനാൽ ആത്മസാന്നിധ്യമാണ്. ശ്രീശങ്കരൻ്റെ വീക്ഷണത്തിൽ ബോധം ആത്മത്തിൻ്റെ ആഗന്തുക ഗുണമല്ല. അബോധമായ ആത്മം ചിന്തനീയമല്ല. ബോധം, അറിവ് ആത്മത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരു അതുകൊണ്ട് തന്നെ അറിവ് എന്ന് തന്നെ ആത്മത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ബോധമെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ആത്മമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് അറിവാണെന്ന് തന്നെയാണ് പറയുന്നത്. പ്രിയത്തെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന കാവ്യപ്രപഞ്ചത്തിലെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നിടുകയാണ് ലേഖകൻ. പ്രപഞ്ചത്തെ അല്ലെങ്കിൽ അഹത്തെ നിർവചിക്കുന്നത് കേവലം ഉപജീവനമോ അതിജീവനമോ അർത്ഥജീവനമോ അല്ല, മറിച്ച് നിയതമായി നിലനിൽക്കുന്ന പ്രിയ വിഷയ സംബന്ധമായ പ്രയത്നമാണ്. പ്രിയത്തിൻ്റെ വിഷയവും പ്രിയ കർമ്മവും പ്രിയ വസ്തുവും പ്രിയ തത്വവും ആനന്ദ തത്വവും സംയോജിക്കപ്പെടുകയാണ് ഇവിടെ. ആത്മാവിനോടുള്ള പ്രിയവും പരമമായ ലക്ഷ്യമായി ചിത്രീകരിക്കപ്പെടുന്നു. പരമ അനന്തമായ ഏകാദ്വയ വസ്തുവും പ്രിയ കർമ്മവും കർത്തവ്യവും പ്രിയ സത്യവും സാർത്ഥകമാവുകയാണ് ഇവിടെ. പ്രപഞ്ചത്തെ അല്ലെങ്കിൽ അഹത്തെ നിർവചിക്കുന്നത് കേവലം ഉപജീവനമോ അതിജീവനമോ അർത്ഥജീവനമോ അല്ല, മറിച്ച് നിയതമായി നിൽക്കുന്ന പ്രിയ വിശേഷ സംബന്ധമായ പ്രയത്നമാണ്. തുടർന്ന് ലേഖകൻ ഗുരുദേവൻ്റെ ആധുനിക ചിന്തകളെപ്പറ്റി സംസാരിക്കുന്നു. നാരായണ ഗുരുവിൻ്റെ ചിന്തകളുടെ ആഴങ്ങളെക്കുറിച്ച് അക്കാദമിഷ്യന്മാരും നിരൂപകരും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗുരുചിന്തയിലെ ആധുനികതയെക്കുറിച്ച് പഠനങ്ങളോ നിരീക്ഷണങ്ങളോ വെളിച്ചത്ത് വന്നിട്ടില്ല. ആധുനികത, നവോത്ഥാനം, ബദൽ ആധുനിക എന്നീ പ്രതിഭാസങ്ങൾക്ക് ഗുരുവിൻ്റെ ചിന്തകളുടെ പ്രസക്തി എന്താണെന്ന് പരിശോധിക്കുകയാണ് ഈ ലേഖനത്തിൽ. ജാതി വിധേയത്വത്തെയും അതിജീവിത സങ്കല്പത്തെയും ഒരുപോലെ ഉലച്ച ആധുനികത സഹസ്രാബ്ദങ്ങളായി തുടർന്നു പോകുന്ന സാമൂഹ്യ ഭദ്രതകളെയും വൈയക്തിക സുരക്ഷിതത്വങ്ങളെയും അലങ്കോലമാക്കി. ആധുനികതയുടെ നിർദ്ദയമായി കടന്നാക്രമണം ജാതി സ്ഥൂലതയിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. ഇത് ആളുകളെ ഭയപ്പെടുത്തുകയും അപരിഹാര്യമായ ഒരു നഷ്ടബോധത്തെ ജനിപ്പിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. നഷ്ടപ്പെട്ട പർദീസ വീണ്ടെടുക്കാനുള്ള ഉത്കടമായ വാഞ്ച ചിലർക്ക് സ്വന്തം സമകാലിക സമൂഹം ഉപേക്ഷിച്ച് ഏകാന്തതയിൽ അഭയം കണ്ടെത്താനുള്ള പ്രലോഭനമായി മാറിയിരിക്കാം. ഇന്ത്യയിലും കേരളത്തിലും ആധുനിക സൃഷ്ടിച്ച മാറ്റങ്ങളോട് അനുകൂലനം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട വ്യക്തികളുടെ ആത്മസാന്ത്വനമായിട്ടാണ് 19ാം നൂറ്റാണ്ടിലെ സന്യാസത്തെ കാണേണ്ടത്. രണ്ട് ദിശകളിലൂടെയാണ് ആദ്യകാലം മുതൽ തന്നെ ആധുനികത വികാസം പ്രാപിച്ചത്. ഒന്ന് വിപ്ലവപരവും ജീവിത പ്രതിജ്ഞാപകവും, മറ്റൊന്ന് പ്രതിക്രിയാപരവും അധികാര അധിഷ്ഠിതവും. യൂറോപ്യൻ ആധുനികത തുടക്കത്തിലെ ആയിരുന്നുവെന്നും ഈ പിളർപ്പാണ് പാശ്ചാത്യ ആധുനികതയെ നിർവചിക്കുന്നതെന്നുമുള്ള അന്തോണിയോ നെഗ്രിയുടെ നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ്. ആധുനികതയിൽ നവീകരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. കൊളോണിയൽ മിഷണറി ആധുനികതയിൽ നിന്നുമാണ് കേരളത്തിലെ ആധുനികത ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് കടന്നു വന്ന ആധുനികത പ്രതിലോമപരവും നവോത്ഥാനപരവുമാണെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു. ഇനി ലേഖകൻ സംസാരിക്കുന്നത് ഗുരുവിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായി മാറുന്ന സന്ദർഭങ്ങളെ പറ്റിയാണ്. അതായത് ശ്രീനാരായണ ദർശനത്തിൻ്റെ എതിർദിശയിലേക്കാണ് പല ശിഷ്യന്മാരും സഞ്ചരിച്ചത് എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ രംഗപ്രവേശത്തോടെ അടിസ്ഥാനപരമായ നവീകരണത്തിന് വേദിയൊരുങ്ങുകയായിരുന്നു. നവോത്ഥാനം തീവ്രഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്നതോടെ ജാതികളും ഉപജാതികളും പുനർവിചിന്തനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. തീക്ഷ്ണവും നിർണായകവുമായ സൂക്ഷ്മ സാംസ്കാരിക സമരങ്ങളിലൂടെയാണ് ഗുരു നവോത്ഥാനം പ്രബലമായ സ്ഥാനം കൈയടക്കിയത്. മിഷണറി ആധുനികത രൂപപ്പെടുത്തിയ നവമലയാളി മധ്യവർഗങ്ങളുടെ ചിന്ത സവർണ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ ആശങ്കകൾക്കും അപ്പുറത്തായിരുന്നു. നവമലയാളി മധ്യവർഗങ്ങളുടെ ഗണത്തിൽ SNDP പ്രസ്ഥാനവും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
ബ്രാഹ്മണ്യത്തിൻ്റെ ആക്രമണത്തിന് ബദലായി ഗുരു തൻ്റെ വാദമുഖങ്ങൾ ഉയർത്തി പ്രതിരോധം തീർക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തുവെങ്കിലും ആധുനിക ചിന്താഗതിക്കാരുമായുള്ള പിണക്കങ്ങളിൽ വേദനിക്കുകയും ചെയ്തു. ജാതിയും സമുദായവുമായി ബന്ധപ്പെട്ട സ്വത്വങ്ങളെ ഇല്ലാതാക്കുകയല്ല, പകരം ബലപ്പെടുത്തുകയാണ് ആധുനികതര ശൈലിയിലൂടെ ചെയ്യുന്നതെന്ന് ഞെട്ടൽ ഗുരുവിൻ്റെ മൗനത്തിലുണ്ട്. SNDP യോഗത്തിൻ്റെ നിയമാവലികളും ചട്ടവട്ടങ്ങളും എഴുതിയുണ്ടാക്കി അംഗങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം ഗുരുവിന് വായിച്ചു കൊടുത്തത് പിന്നീട് യോഗം സെക്രട്ടറിയായ ചിന്നസ്വാമി കായിക്കര കുമാരുവായിരുന്നു. ഭരണഘടനയും നിയമാവലിയും ചട്ടങ്ങളും വായിച്ചുകൾക്ക് ഇടയിൽ കടന്ന് ഗുരു ചോദിച്ചു അത്രേ, ഈഴവാദി അധകൃത ജാതിക്കാർക്ക് മാത്രമുള്ളതാണോ നമ്മുടെ യോഗം? അപ്പോൾ തന്നെ കുമാരു വിശദീകരിച്ചു, കമ്പനി ആക്ടിനനുസരിച്ച് രജിസ്റ്റർ ചെയ്യേണ്ട സംഘടന ആയതുകൊണ്ട് അതിൻ്റെ പ്രവർത്തന മേഖല ഏതെന്ന് തിട്ടമായി രേഖപ്പെടുത്തിയിരിക്കണം. അതിനാലാണ് ഇക്കാര്യം എടുത്തു പറയേണ്ടി വന്നത്. കുമാരനാശാൻ അല്ലെങ്കിൽ കുമാരുവിൻ്റെ വിശദീകരണം കേട്ട ഗുരു കുറച്ചുനേരം മൗനം ദീക്ഷിച്ചു. പിന്നെ പതുക്കെ മൊഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി കുമാരു ആകട്ടെ നമ്മുടെ ആശാൻ. കുമാരനാശാൻ എന്ന വിളി പ്രചാരത്തിൽ വന്നത് ഇതിനു ശേഷമാകുന്നു. SNDP എന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു നാടകീയ മുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഗുരു നടത്തിയ പ്രസ്താവനത്തിൽ ഒരേ സമയം തന്നെ പ്രശംസയും പരിഹാസവും അടങ്ങിയിട്ടുണ്ട്. അതേസമയം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ആശാന്മാരായി മാറുകയും ഗുരുവിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സിലോൺ യാത്രയിൽ പതിവായുള്ള വെള്ളവസ്ത്രം ഉപേക്ഷിക്കുകയും കാവ്യവസ്ത്രം ധരിക്കുകയും ചെയ്തിരുന്നു. ശിഷ്യന്മാരുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം വെള്ളവസ്ത്രത്തിൽ നിന്ന് കാഷായ വസ്ത്രത്തിലേക്ക് മാറിയത്. അതായത് ഗുരുത്വത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായി ശിഷ്യന്മാർ ഗുരുവിന് ദീക്ഷ നൽകിക്കൊണ്ട് ഗുരുക്കന്മാരായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. ആധുനികതര ചരിത്രം ഗുരുനിന്ദയുടെയും പ്രതിനവോത്ഥാനത്തിൻ്റെതുമാണ് എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു. ഗുരുത്വത്തിന്മേൽ ലഘുത്വത്തിൻ്റെ വിജയഗാഥ എന്നാണ് ലേഖനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ പറയുന്നത്. ആധുനികതര വക്താക്കൾ നവോത്ഥാനത്തിൻ്റെ ആർജവമുള്ളതും വിപ്ലവകരവുമായ ചിന്തകളെ ഉന്മൂലനം ചെയ്യാനായി എല്ലാവിധത്തിലും ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അതുവഴി അവർ നവോത്ഥാന ചിന്തകളുടെ ചിറകരിയുകയായിരുന്നു. പ്രതിലോമകരമായ ആധുനികതയ്ക്ക് വഴിപ്പെടാൻ ശ്രീനാരായണ ഗുരു വിസമ്മതിച്ചതാണ് SNDPയുമായുള്ള ബന്ധം വഷളാകുന്നതിന് പ്രധാന കാരണം എന്ന് ലേഖകൻ കുറ്റപ്പെടുത്തുന്നു. ആശാനുശേഷം വന്ന സെക്രട്ടറിമാർ കമ്പനി ഉദ്യോഗസ്ഥന്മാരെ പോലെ പെരുമാറി ഗുരുവിൻ്റെ ആദർശങ്ങൾ, അഭിപ്രായങ്ങൾ തുടങ്ങിയവ അവഗണിക്കാൻ തുടങ്ങി. ഒടുവിൽ ജാതിചിന്തയുടെ സ്ഥാപനമായി SNDP നിലപാട് മാറ്റിയപ്പോൾ ഗുരു അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണുണ്ടായത്. SNDP യോഗത്തിന് ദാനം ചെയ്തിരുന്ന സ്വത്ത് അദ്ദേഹം തിരിച്ചെടുത്തു. താൻ യോഗത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഗുരു ഡോക്ടർ പൽപുവിന് എഴുതി. അതേ വർഷം തന്നെ ജാതിചിന്തയ്ക്കും SNDPക്ക് എതിരെയുള്ള തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേരള സമൂഹത്തിൽ അദ്ദേഹം പ്രശസ്തമായൊരു വിളംബരം നടത്തി. നാം ജാതിമതം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗ്ഗക്കാർ നമ്മെ അവരുടെ വിഭാഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിട വന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ച് നമ്മുടെ ശിഷ്യന്മാരിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു. ഇതോടെ ജാതിയെയും സമുദായത്തെയും സ്വത്വത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കുന്ന ആധുനികതയുമായുള്ള സകല ഉടമ്പടികളിൽ നിന്നും ഗുരു മോചനം നേടുകയാണ്. ശിഷ്യവർഗത്തിൽ നിന്ന് രക്ഷ നേടാനായി അദ്ദേഹം തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് ശ്രീലങ്കയിലേക്കും പലായനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരാനായി കേരളത്തിൽ നിന്നുള്ള ശിഷ്യസംഘം കഠിനമായ പ്രയത്നമാണ് നടത്തിയത്. SNDP യോഗവുമായി അകൽച്ചയുണ്ടായതിനെ സൂചിപ്പിക്കുന്ന നിരവധി രേഖകൾ ലഭ്യമാണ്. യോഗവുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് കത്തെഴുതി 1916 മെയ് 22 മുതൽ ആ കത്ത് പ്രസിദ്ധീകരണത്തിന് നൽകിയ 1928 ആഗസ്റ്റ് 6 വരെ നാരായണ ഗുരു ഇക്കാര്യത്തിൽ ഉദാസീനനായിരുന്നില്ല. യോഗത്തെ തിരുത്താൻ നിരന്തരം അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ആയിടയ്ക്ക് അദ്ദേഹം പ്രത്യേകമായൊരു പ്രസ്താവന തന്നെ ഇറക്കുകയുണ്ടായി. നിങ്ങൾ ചിലർ നാം ഇപ്പോഴും ഒരു സമുദായത്തിലോ ഒരു മതത്തിലോ ഉൾപ്പെട്ട ആളാണെന്ന് വിചാരിക്കുന്നു. നാം ഒരു ജാതിയിലും മതത്തിലും ഇപ്പോൾ ഉൾക്കൊള്ളുന്നില്ല. നാം അത്തരത്തിലുള്ള സംഗതികളിൽ നിന്ന് വിട്ടുമാറിയിട്ട് കുറേ കാലമായി. നമ്മുടെ ആശ്രമത്തിൽ ഭാഗഭാക്കാവുന്നവർ ഇതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാകേണ്ടവരാണ്. ശ്രീനാരായണ ഗുരു SNDPയിൽ നേരിട്ട തിരിച്ചടികൾക്ക് നിരവധി കാരണങ്ങളുണ്ട്. അദ്ദേഹം എല്ലാവിധത്തിലും ഏകാഗിയായിരുന്നു എന്ന വാക്കുകൾ ഒറ്റപ്പെടലിൻ്റെ ആഴം തെളിഞ്ഞു. അതാവട്ടെ ഈഴവ മേധാവിത്വം നവോത്ഥാന പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഒരു ഘട്ടം തന്നെയാണ്. സ്ഥിതിഗതികളിലുണ്ടായ അനഭിലഷണീയ പ്രവണതകൾ ഗുരുവിനെ ഏറെ വ്യാകുലപ്പെടുത്തി. 1926 നടത്തിയ സിലോൺ സന്ദർശനം പൂർത്തിയാക്കിയിട്ടും മടക്കയാത്രയെക്കുറിച്ച് മനസ്സിൽ അവ്യക്തതയുണ്ടായി. ശിവഗിരിയിലെ കാര്യങ്ങൾ വന്നുപെട്ട പന്തികേടുകൾ ദുഃഖിച്ചായിരുന്നു അത്. 70ാം ജന്മദിനം കഴിഞ്ഞ ഉടൻ ഗുരു തമിഴ്നാട്ടിലേക്ക് പോയി. വൈഗ നദിക്കരയിൽ തിരുപേടകത്ത് വിശ്രമിക്കവേ, ഇനി മലയാള രാജ്യത്തേക്ക് പോകേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിച്ചാൽ മതി എന്ന കടുത്ത നിലപാടും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. അതിനിടയ്ക്ക് ഗുരുവിനെ അന്വേഷിച്ച് വർക്കലയിൽ നിന്ന് AK ഗോവിന്ദദാസും ഗോവിന്ദാനന്ദ സ്വാമികളും മറ്റുമെത്തി. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ഉദ്ദേശം.
കൂടെ ഉണ്ടായിരുന്ന മിക്കവരെയും മടക്കി അയച്ചിട്ടാണ് സന്ദർശനം ഉറപ്പിച്ചത്. അവിടെ എത്തിയ ശേഷം തിരിച്ചു വരാൻ വലിയ മനസ്സില്ലായിരുന്നു. അന്ത്യം വരെ ആ രാജ്യത്ത് എവിടെയെങ്കിലും കഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്തു അത്രേ. 1918 ആഗസ്റ്റിലാണ് ഗുരു ആദ്യ സിലോൺ യാത്ര നടത്തിയത്. അക്കാലത്താണ് ഹായ് വസ്ത്രം ധരിക്കുന്നത്. അതൊരു നിറത്തിലുപരി സമീപന മാറ്റമായി ഇപ്പോൾ വിലയിരുത്തുന്ന ജാതിമത കച്ചവടക്കാർ ചരിത്രത്തിന് നേരെയാണ് കൊഞ്ഞനം കുത്തുന്നത്. വസ്ത്രമാറ്റം പ്രിയ ശിഷ്യരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു. പൊടിപിരണ്ടാൽ എന്നൊരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായി. SNDP പ്രസ്ഥാനം ന്യൂനപക്ഷ സ്വഭാവം കൈവെടിഞ്ഞ് ഭൂരിപക്ഷമാകുന്ന അത്യന്തം ഹീനകരമായ മുഹൂർത്തങ്ങളിലാണ് ഗുരു യോഗത്തെ ഉപേക്ഷിക്കുന്നത്. ശിഷ്യ സമൂഹങ്ങളിൽ നിന്നും താൻ തന്നെ മുൻകൈയെടുത്ത് കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒടുവിൽ ഗുരു ഒറ്റപ്പെടുകയാണ്. സാമുദായ ശക്തികളിൽ നിന്നും ആധുനികതയുടെ പാതയിലൂടെ സഞ്ചരിച്ച ശിഷ്യന്മാരിൽ നിന്നും കൊളോണിയൽ അധിനിവേശ കർത്തൃത്വത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും അജ്ഞതകളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ടുള്ള ഗുരുവിൻ്റെ യാത്രയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മൂകമായ മുന്നേറ്റം ദർശിക്കാമെന്ന് ലേഖകൻ വിലയിരുത്തുന്നു. ന്യൂനപക്ഷീയരുടെയും നിന്ദിതരുടെയും എല്ലാമായി തീരലാണ് അഹവും അറിവും തമ്മിലുള്ള ആത്യന്തിക സംയോഗം. കൊളോണിയൽ മിഷണറി വ്യവഹാരങ്ങൾ സൃഷ്ടിച്ച ആധുനിക ഈടിപ്പൽ അംശങ്ങളെ ഇല്ലാതാക്കുന്ന പ്രക്രിയ കൂടിയാണ് നിന്ദിതരുടെ മറുതപസ്. ആധുനികമായ ലാഭചിന്തകൾ, കണക്കുകൂട്ടലുകൾ, ബോധാബോധ വിഭജനങ്ങൾ, തൊഴിൽ ലൈംഗിക വിഭജനങ്ങൾ, അധികാര നിയമങ്ങൾ, ആത്മനിരോധനങ്ങൾ തുടങ്ങിയവ അതിക്രമിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം ഒരു തപശ്ചര്യ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അധിനിവേശ പുരുഷ മനുഷ്യ കർത്തൃത്വത്തിൻ്റെ കാമനാനിരോധനത്തെ, അപരവിദ്വേഷത്തെ, വർണ്ണത്തിൻ്റെയും ജാതിയുടെയും വിവേചനത്തെ കാമനയുടെ അമൃതപ്രവാഹിനികൾ കൊണ്ട് അലിയിപ്പിച്ച് കളയുക. പരിമിതത്തെയും അനുഷ്ഠാനമാക്കുന്ന ജ്ഞാനശാസ്ത്രത്തിൻ്റെ അപാരത്തിൻ്റെ അലിവ് കൊണ്ട് അമൃതവിദ്യ ഇല്ലാതാക്കുക എന്നതാണ് അവർണരുടെ അല്ലെങ്കിൽ നിന്ദിതരുടെ ന്യൂനപക്ഷ രാഷ്ട്രീയം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് ലേഖകൻ പറയുന്നു. തുടർന്ന് ലേഖകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെപ്പറ്റി സംസാരിക്കുന്നു. കൃതിയിലെ മനുഷ്യ സങ്കല്പങ്ങൾ, ജാതി എന്നൊരു സങ്കല്പമല്ല, അതിനുള്ള മനുഷ്യ സങ്കല്പത്തെപ്പറ്റി പ്രധാനമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറയുന്ന കൃതികൾ ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാ ദശകം, ആത്മാനന്ദ ലഹരി, ശിവാനന്ദ ലഹരി, കുണ്ടലിനി പാട്ട്, അമൃത തരംഗിണി, കാളിനാടകം തുടങ്ങിയ കൃതികളാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിൽ ജീവാംശം എന്ന സങ്കല്പം അല്ലെങ്കിൽ ജീവിവംശം എന്നൊരു സങ്കല്പം ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. മനുഷ്യ ജീവി എന്നൊരു സങ്കല്പത്തെ പറ്റിയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. മനുഷ്യ സമൂഹം എന്നതിലുപരി മറ്റൊരു തരത്തിലും മാനവരാശിക്ക് തരംതിരിവില്ലെന്ന് വിശ്വസിച്ച ആധ്യാത്മിക ചിന്തകനാണ് നാരായണ ഗുരു. ജാതി എന്നാൽ മനുഷ്യനെന്ന വ്യാഖ്യാനമല്ലാതെ മറ്റു നാനാർത്ഥങ്ങൾ നൽകുന്നതിനെയും പല കള്ളികളിലേക്ക് തരംതിരിക്കുന്നതിനെ പറ്റിയും ഗുരു ശക്തമായി എതിർത്തു. ഈ ജാതി സങ്കല്പത്തിൻ്റെ അപര്യാപ്തതയെപ്പറ്റിയുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതിയായ ജീവകാരുണ്യ പഞ്ചകവും അനുകമ്പാ ദശകവും പിറക്കുന്നത്. ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ കൃതികളിലൂടെ ശരീര ലക്ഷണങ്ങളിലൂടെയും പ്രത്യുൽപാദന രീതിയുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെല്ലാം ഒരേ കുലത്തിൽപ്പെട്ടവരാണെന്ന് സമർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജാതി സങ്കല്പങ്ങൾ പ്രാചീനമായ വർഗീകരണമാണെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ബുദ്ധിശാലി എന്നഭിമാനിക്കുന്ന മനുഷ്യരുടെ ജാതി എന്ന വിഭാഗീയതയും പാശ്ചാത്യ സങ്കല്പങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന വംശവാദത്തെയും ഗുരു ഒരേ സമയം നിരാകരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളോടുമുള്ള സാഹോദര്യ സങ്കല്പമാണ് അനുകമ്പാ ദശകം, ജാതി ലക്ഷണം, ജാതി നിർണയം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ ആത്മസത്ത. ശരീരശാസ്ത്രപരമായ വ്യത്യാസങ്ങളല്ല, പകരം അരുളിൻ്റെ ഭാവശക്തിയാണ് ഒരു ജീവിയെ നിർണ്ണയിക്കുന്നത് എന്നതാണ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. സാമാന്യ സങ്കല്പമായ മനുഷ്യവംശത്തിൽ നിന്ന് ജീവിവംശം എന്ന സങ്കല്പത്തിലേക്കുള്ള പറിച്ചുനടലാണ് ഇത്. പാശ്ചാത്യ ആധുനികതയിൽ നിന്നുള്ള കാതലായ വ്യത്യാസമാണ് ഈ ചിന്തയിലൂടെ സംഭവിക്കുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങളോട് അനുഗമനം ചെയ്യുന്ന മൈത്രിഭാവമാണ് ഗുരുചിന്തയിലെ നൈതികതയെ നിർണ്ണയിക്കുന്നത്. അധികാരം ചെലുത്തുകയും ജീവിമണ്ഡലത്തെ ഹനിക്കുകയും ജാതി മതഭേദങ്ങൾ നിലനിർത്തുന്ന വ്യവസ്ഥിതി അനുഷ്ഠാനം പോലെ കാത്തു സൂക്ഷിക്കുകയും അതനുസരിച്ച് സ്വയം ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന സാമാന്യ മനുഷ്യന് അംഗീകരിക്കാൻ കഴിയുന്ന ആശയങ്ങളോ വിശ്വാസങ്ങളോ അല്ല ശ്രീനാരായണ ഗുരു പുലർത്തുന്നത്. പരമ അനന്തമായ അരുളും അറിവും തമ്മിലുള്ള സമന്വയം ജീവകാരുണ്യ പഞ്ചകത്തിൽ തെളിയുന്നുണ്ട്. ജാതികൾ തമ്മിലുള്ള ലഹളയും പോർവിളികളുമായി സമുദായത്തിൻ്റെ സ്വാർത്ഥമായ പ്രചാരണത്തെ വികസിപ്പിക്കുന്ന പദ്ധതികളുമായി നവോത്ഥാന ചരിത്രത്തെ നിർവചിച്ച ആധുനികർ അരുളില്ലാത്ത നാറുന്ന ഉടമ്പുകളോ സുഗന്ധരഹിതമായ പുഷ്പങ്ങളോ മാത്രമായി അധികാരത്തിൻ്റെ ലഘുകർത്തൃരൂപങ്ങളെ ചരിത്രത്തിൻ്റെ കേന്ദ്ര പുരുഷന്മാരാക്കി അവതരിപ്പിക്കുന്നതിനെതിരെ ഗുരു തൂലിക ചലിപ്പിക്കുകയാണ്. ഹിംസാത്മകമായ ഈ ആൺകോയ്മയ്ക്കെതിരെ തൻ്റെ കൃതികളിലൂടെ ശ്രീനാരായണ ഗുരു സ്വതന്ത്രമായ ജാതിരഹിത പ്രത്യയശാസ്ത്രം നിർമ്മിക്കുകയാണ്. മനുഷ്യൻ്റേതുപോലെ പെരുപ്പിച്ചുണ്ടാക്കിയ ആവശ്യങ്ങളൊന്നും മൃഗങ്ങൾക്കില്ല. മനുഷ്യനാകട്ടെ ഒരു സംഹാരമൂർത്തിയെപ്പോലെ ഭൂമിയിൽ ആകെ മണ്ടുന്നു. അവൻ കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം നശിപ്പിക്കുന്നു. മനുഷ്യൻ്റെ നിയന്ത്രണമില്ലാത്ത ആവശ്യങ്ങൾ അത്യാവശ്യമാക്കുന്ന തോട്ടങ്ങൾക്കും ഫാക്ടറികൾക്കും പട്ടണങ്ങൾക്കുമായി അവൻ മരങ്ങൾ വെട്ടിയും സ്ഫോടനങ്ങളാൽ മുറിപ്പെടുത്തിയും പ്രകൃതിയുടെ പച്ചപ്പാർന്ന സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു. ഭൂമുഖം നശിപ്പിച്ചിട്ടും സ്വസ്ഥത കിട്ടാതെ അവൻ ഭൂഗർഭം തന്നെ തുരന്ന് അതിനെ ദിനംപ്രതി ദുർബലമാക്കുന്നു. ഭീകരമായ വിധത്തിൽ വ്യവസ്ഥയില്ലാത്തവനാണ് മനുഷ്യൻ. തനിക്ക് മൃഗങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് മനുഷ്യൻ അഭിമാനിക്കുന്നുണ്ടെങ്കിലും താൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ല. 1921 ആലുവയിലെ സംസ്കൃത പാഠശാലയിൽ വിശ്വസാഹോദര്യ പ്രസ്ഥാനത്തിൻ്റെ വാർഷിക യോഗത്തിനിടെ ഗുരു മനസ്സ് തുറന്ന് സംസാരിച്ചതാണ് ഇത്.
മനുഷ്യനെ പ്രകൃതിയുടെ അധീശ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ജ്ഞാനോദയ മാനവികത ലോകവിധ്വംസകവും ആത്മനാശകരവുമായ ഒരു പ്രസ്ഥാനമാണെന്ന പ്രസ്താവനയാണ് ഗുരു നടത്തുന്നത്. മദ്യം വിഷമാണ്, അത് തുടരുത് നാറും. ഈഴവ സമുദായത്തെ ഉപദേശിക്കുന്ന ഗുരു ആത്മാനന്ദ ലഹരി, ശിവാനന്ദ ലഹരി എന്നീ നിർവൃത്തികളിലേക്ക് സമൂഹത്തെ ഒന്നടങ്കം ക്ഷണിക്കുകയാണ്. കൊളോണിയൽ മിഷണറി ആധുനികത കുത്തിവെച്ച ആത്മനിന്ദയുടെയും അധമബോധത്തിൻ്റെയും നിഷേധഭാവങ്ങൾ ചേർത്തുകൊണ്ട് പ്രിയത്തിൻ്റെയും അൻപിൻ്റെയും ഭാവശക്തികളിലേക്ക് കേരള ചിന്തയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഗുരു. കാമനെ അടിച്ചമർത്തുന്ന പ്രതിലോഭകരമായ ആധുനികതയുടെ കടന്നുകയറ്റത്തിനെതിരെ പ്രസന്നവും ശുഭകരവുമായ ഒരു നവധർമ്മ ദർശനം ശ്രീനാരായണ ഗുരു അവതരിപ്പിക്കുന്നു. മദ്യപാനത്തിന് ബദലായി ജ്ഞാനാനന്ദ മധുപാനമാണ് ഗുരു നിർദ്ദേശിക്കുന്നത്. അമൃതപാനികളായ പരമഹംസ ജനം ആണ് ഗുരു നിർദ്ദേശിക്കുന്ന ബദൽ കർത്തവ്യവും. ആധുനികതയുടെ ലഘുവായ ദാർശനികൾക്ക് അല്ലെങ്കിൽ അനുയായികൾക്ക് ദൃശ്യമല്ലാത്ത ഒരു ആനന്ദസമുദ്രം താനേ ഉയർന്നു മാത്രമല്ല പരന്ന് പായുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന കൃതിയാണ് അമൃതതരംഗിണി. മതപരവും മതേതരവുമായ ഉന്മാദത്തെ അല്ലെങ്കിൽ അധികാരത്തെ, അത്യാർത്തിയെ മഹാരോഗ്യമായി മറ്റൊരു ഉന്മാദം കൊണ്ട് ഗുരു നേരിടുകയാണ്. പാമ്പ് ലൈംഗികോർജ്ജത്തിൻ്റെ അടയാളമാണെന്ന് അറിയാത്തവർ ഇന്നുണ്ടാവില്ല. കുണ്ടലിനി എന്നാൽ ലിബിഡോ ആണ്. സംഖ്യ സിദ്ധാന്തം പ്രപഞ്ചോത്പത്തിക്ക് പിന്നിലെ ലൈംഗികോർജ്ജത്തെയാണ് അന്വേഷിച്ചത്. പാമ്പാട്ടി സിദ്ധരുടെ പാട്ടിലെ 5 തലയുള്ള നൃത്തം ചെയ്യുന്ന പാമ്പ് സാഖ്യർ പ്രപഞ്ചകാരണമായി പറയുന്ന പഞ്ചഭൂതങ്ങളാണ്. വൈയക്തികമായി ലൈംഗികോർജ്ജത്തെ പ്രപഞ്ച ലൈംഗികോർജ്ജമായി വികസിപ്പിക്കുന്നതാണ് നൃത്തം. വ്യക്തിപരമായ ശാരീരിക അഭ്യാസമായും അത്ഭുതസിദ്ധികളായും അത് കുണ്ടലിനി സങ്കല്പത്തിൽ ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ സിദ്ധസങ്കല്പത്തിന് പിന്നിലുള്ളത് സാഖ്യത്തിൻ്റെ പ്രപഞ്ച നിലപാടാണ്. ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാന കാലത്ത് അതിൻ്റെ സാധ്യതകൾ വീണ്ടെടുക്കുന്നു. നാരായണ ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് പാമ്പാട്ടി ചിന്ത് എന്ന പേരിലായിരുന്നു. പരമമായ അനന്തത്തിൻ്റെ അരുളും അതിൻ്റെ ആനന്ദക്കുത്ത് കണ്ടാടുന്ന പാമ്പാട്ടിയുമായി പാമ്പാട്ടി ചിന്തിൻ്റെ കർത്താവ് പകർന്നാടുകയാണ് ഇവിടെ. അമാനവനും അതിമാനവനും ആത്യന്തികവും ലയിച്ച് ഒന്നാവുന്ന നവോത്ഥാനത്തിൻ്റെ ആനന്ദമാണ് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത്. ആധുനിക ഭാവുകത്വം ഹരമാകുമ്പോൾ ബദൽ ആധുനിക ഭാവന ജലമയമായി മാറുന്നു. ജീവകാമനയും ദൈവകാമനയും തമ്മിലുള്ള സംയോഗമാണ് നാരായണ ഗുരുവിൻ്റെ ചട്ടമ്പിസ്വാമിയുടെ ധ്യാന കേന്ദ്രം. അന്തമുള്ളതിൽ നിൽക്കത്തന്നെ അനന്തമായി തീരുക എന്ന പരമ വിമോചന സങ്കല്പം സാധ്യമാകുന്നത് ചരിത്രകാമനയുടെ സർഗമണ്ഡലത്തിലാണെന്നാണ് ലേഖകൻ നിരീക്ഷിക്കുന്നത്. താളാത്മക ഗദ്യമായി ധരിച്ചു പോന്നതും എന്നാൽ ദ്രാവിഡ വൃത്തപരിചിതമായ ഒരു കൃതിയാണ് കാളീനാടകം. ദണ്ഡകം എന്ന ഉള്ളൂർ ഇതിനെ വിളിച്ചു കാണുന്നു. ഇതിലെ ആശയങ്ങൾ അവിഛിന്നധാരയായി പ്രവഹിക്കുന്നതോടൊപ്പം ഭാഷയും വാർന്നു വീഴുന്നത് കാണാൻ കൗതുകമുണ്ട്. സ്ഥിതി സംഹാരകാരണിയായ ദേവിയുടെ അമേയ മഹിമ അനാവരണം ചെയ്യുന്നതോടൊപ്പം ഒരു കേശാദിപാത വർണ്ണന വഴി ദേവിയുടെ അനന്യ ദുർലഭമായ ലാവണ്യവും വിവരിക്കപ്പെട്ടിരിക്കുന്നു. ലളിതവും സൗമ്യവുമായ ഒരു ഭാവം മാത്രമല്ല, കരാളവും ഉഗ്രവുമായ ഭാവവും ഈ കൃതിയിൽ പരമാവൃഷ്ടമായിട്ടുണ്ട്. ദേവിയെ നമിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കീർത്തനം നീചസ്ഥായിയിൽ തുടങ്ങുകയും പടിപടിയായി വരുന്ന ഉച്ചസ്ഥായിയിലെത്തുകയും പിന്നെ ഇറങ്ങി വരികയും ചെയ്യുന്നു. രചനയിൽ ദീക്ഷിച്ച ഈ അവരോഹണ ക്രമം കൃതിയുടെ ആകർഷകത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അരുളിന് പ്രാധാന്യം നൽകുന്ന കൃതിയായ അനുകമ്പാ ദശകത്തിൽ മാനവികതയുടെ ചക്രവാളത്തെ ഭേദിക്കുകയാണ്. ഈ കൃതിയിൽ ഗുരുവിൻ്റെ അനുകമ്പയും ഈശ്വരവിശ്വാസവും ഒന്നിച്ചു പോകുന്നു എന്ന് സുകുമാർ അഴീക്കോട് നിരീക്ഷിക്കുന്നു. ഒന്നില്ലെങ്കിൽ മറ്റേതില്ല എന്നതാണ് അനുകമ്പാ ദശകത്തിൻ്റെ ആരംഭം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. തുടർന്ന് ലേഖകൻ ശ്രീനാരായണ ഗുരുദർശനത്തിലെ തുരീയം അഥവാ മോക്ഷഘട്ടത്തെക്കുറിച്ചും അഹം അല്ലെങ്കിൽ അറിവ് എന്ന സങ്കല്പത്തെ പറ്റിയൊക്കെ പറയുന്നു. അരുൾ, അൻപ്, ഇമ്പം, അനുകമ്പ എന്നീ ഭാവശക്തികളും തുരീയ പ്രജ്ഞ, അഖണ്ഡ വിവേകശക്തി, സമാശക്തി, അദ്വയ പരിഭാവന എന്നീ ജ്ഞാനബോധശക്തികളുമൊക്കെയാണ് ന്യൂനപക്ഷീയമായ പ്രജ്ഞാസമരത്തിൽ അല്ലെങ്കിൽ കർത്തൃസമരത്തിൽ നേതൃത്വം വഹിക്കുന്നത്. കർത്തൃബോധത്തെയും യുക്തിവാദത്തെയും വൈരുദ്ധ്യാത്മകതയും അതിജീവിച്ചുകൊണ്ട് അവർണർ കൈവരിക്കുന്ന അഖണ്ഡ ലോകാനുഭൂതിയും അദ്വയ യോഗാനുഭൂതിയുമാണ് തുരീയം അഥവാ മോക്ഷഘട്ടം. മനുഷ്യാത്മാവിന് 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടെന്നാണ് വിശ്വാസം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിവയാണ് ആദ്യത്തെ 3 ഘട്ടങ്ങൾ. 4ാമത്തെ അവസ്ഥയാണ് തുരീയം. ഇവിടെ ചരിത്രത്തിൻ്റെ അധികാര സമവാക്യങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. ലേഖകൻ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ചരിത്രത്തിനുള്ളിൽ ചരിത്രാധിപത്യായി സ്വയം നിർണയത്തിൻ്റെയും സ്വയം പ്രകാശത്തിൻ്റെയും ആനന്ദ ഇടങ്ങൾ നിർമ്മിതമാകുന്നു. ഇതാണ് നിന്ദിതരുടെ നവോത്ഥാനം അല്ലെങ്കിൽ ആനന്ദോത്ഥാനം അല്ലെങ്കിൽ തുര്യോത്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാമൂഹികവും സാമുദായികമായ തലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികവും ക്ഷണികവും ഭാഗികവുമാണ്. അണുതലത്തിൽ അല്ലെങ്കിൽ ബോധനത്തിൻ്റെ കാമനതലത്തിൽ വ്യവസ്ഥയിൽ നിന്നുള്ള പലായന രേഖയിൽ വ്യക്തിയുടെ അതീവ സ്വകാര്യവും ഗുഹ്യവും സ്വയം നിർണയവുമായ ആത്മാനുഭവത്തിലാണ് ഇവ തമ്മിലുള്ള സംയോഗത്തിൻ്റെ സംഭാവം അരങ്ങേറുന്നത്. നിന്ദിതമായ അഹത്തിൻ്റെയും അതിലൂടെ ലോകത്തിൻ്റെയും കണികാപരമായ മാറ്റം
രൂപാന്തരീകരണമാണ് അഹവും അറിവും തമ്മിലുള്ള സംയോഗത്തിൽ സംഭവിക്കുന്നത്. അഹം അല്ലെങ്കിൽ ഞാൻ എന്നതൊരു ബോധമാണ്, അറിയലാണ്. ഞാൻ എന്നതിൽ ഞാൻ എന്ന അറിയലുമുണ്ട്. അഹം ഇരുളല്ല എന്ന് ഗുരു പറയുമ്പോൾ അതിൽ ആത്മസാന്നിധ്യമുണ്ട്. അഹം തീർത്തും ഇല്ലാതാവുക എന്നല്ല അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ബോധനം. പിന്നെ എന്താണ്? അഹം ആത്മത്തിൻ്റെ പരിമിതിയാണ്. ഞാൻ എന്ന് ഓരോരുത്തരും കരുതിപ്പോരുന്നത് ഈ പരിമിതി മൂലമാണ്. ആരാഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നുള്ള ബോധങ്ങളെല്ലാം ഒരുപോലെയാണ്. അവ ഓരോന്നും ഞാൻ എന്ന അറിയലാണ്. അറിയുന്നതിനെ അറിയുകയാണെങ്കിൽ പരിമിതിയെ മറികടക്കാം. അപ്പോൾ ആത്മജ്ഞാനമായി. അഹത്തെ പരിമിതപ്പെടുത്താത്ത ആത്മം തന്നെ ബ്രഹ്മം. പലരായി അറിയപ്പെടുന്നവരെല്ലാം ഒരൊറ്റ ആത്മരൂപമാണ്. ഞാൻ എന്ന് ഇങ്ങനെ ഓരോരുത്തരും അറിയുന്നത് പലതല്ല, ഒന്ന് തന്നെയെന്ന ന്യായത്തിൽ ഒരാൾ തന്നെ അയാളുടെ ആത്മസുഖത്തിനായി ചെയ്യുന്നതെന്തോ അത് മറ്റൊരാൾക്ക് സുഖം വരുത്തുന്നതായിരിക്കണം. ജീവിയും വംശവും അമാനവികവും അതിമാനവികവും പരാപരവും ചരാചരവും പ്രകൃതിയും സംസ്കൃതിയും എല്ലാം ഒന്നിക്കുന്നത് അഹത്തിൻ്റെ ഈ സൂക്ഷ്മാനുഭവ മണ്ഡലത്തിലാണ്. ചിന്തയുടെയും കാമനയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും നിർണായകമായ തലം ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ഈ ശക്തിയാണ് നീത്ഷെ വിൽ ടു പവർ എന്ന് വിളിക്കുന്നത്. അധികാരത്തിൻ്റെ ആസക്തിക്ക് പകരം ആത്മശക്തിയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. പരമമായ ഒരു ജനാധിപത്യ സങ്കല്പത്തിൻ്റെ നൈതികവും കാമനവുമായ അടിത്തറ ഈ യോഗാനുഭൂതി ആയിരിക്കണം. ഈ പരമജനാധിപത്യ അവസ്ഥയുടെ കർത്തൃസ്വരൂപമായ അഹം സച്ചിദാനന്ദമെന്ന ഗുരുവിൻ്റെ മൊഴി അവർണ അഹങ്ങളെ നിർഭയരാക്കി. ഇനി പരമമായ അനന്തത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പരമ അനന്തത്തെ പറ്റിയാണ്. പരമ അനന്തമായ അറിവുമായുള്ള സംയോഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളും ചിന്തയും. ആത്യന്തികവും അഹവും തമ്മിലുള്ള ഈ സംരചനയാണ് യഥാർത്ഥത്തിൽ ഗുരു കർത്തൃത്വം. ആധുനികവും മാനവ കേന്ദ്രീകൃതമായ കർത്തൃസങ്കല്പം തകർക്കപ്പെടുകയാണ്. കർത്തൃത്വത്തിൻ്റെ ഈ സംരചനയിൽ ആത്യന്തികം ഉദാസീനമായി അല്ലെങ്കിൽ പ്രാമാണികമായി മാറി നിൽക്കുന്നില്ല. അരുളായും അൻപായും പേരിമ്പമായും ആദിസൂര്യനായും ത്രിപുടി മുടിഞ്ഞ് ലോകമെങ്ങും തിളങ്ങുന്ന ബ്രഹ്മാണ്ഡ ദീപശിഖയായും സഹസ്ര സൂര്യന്മാർ ഒന്നിക്കുന്ന വിവേകോദയമായും ദുരിതസാഗരത്തിൽ നിന്ന് രക്ഷിക്കുന്ന നാവികനായും അന്നവസ്ത്രങ്ങൾ മുട്ടാതെ രക്ഷിച്ച് ധന്യരാക്കുകയും ഭൂമിയിലെ തമ്പ്രാക്കന്മാരിൽ നിന്ന് മോക്ഷം നൽകുകയും ചെയ്യുന്ന രക്ഷകനായും മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനായും പരമഗുരുവായും ആത്യന്തികം കർത്തൃരചനയിൽ അധ്യാവസാനം സഹവർത്തനം ചെയ്യുന്നു. നിന്ദിതരുടെ ചിന്തയിൽ, ചിരിയിൽ, വാക്കിൽ, തപസ്സിൽ, മൗനത്തിൽ അത് നൃത്തം ചെയ്യുന്നു. ഇവിടെയാണ് പാശ്ചാത്യ ജ്ഞാനോദയത്തിൻ്റെയും ആധുനികതയുടെയും മാനവികതയുടെയും അധികാര നിയമങ്ങളെ ഗുരുദർശനം അതിജീവിക്കുന്നത്. ഹിന്ദുത്വത്തിൻ്റെ തീവ്ര ദേശീയവും വർഗീയവും യുദ്ധവൽകൃതമായ മരണരാഷ്ട്രീയത്തിലൂടെ നവോത്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക രൂപങ്ങൾ ഇന്ത്യയിൽ പരമാധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലാകട്ടെ നവോത്ഥാനത്തിന് മറ്റൊരു രൂപം കൂടെയുണ്ട്. ഹിന്ദുത്വത്തിനെതിരെ പോരാടുന്നു എന്നവകാശപ്പെടുന്ന പ്രഹസന നവോത്ഥാനം ഇവിടെ ഒരു ഭരണകൂട വ്യവഹാരമാണ്. കക്ഷി രാഷ്ട്രീയ അധിനിവേശത്തിൻ്റെ അജണ്ടയാണിത്. മതേതരമായ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഊർജ്ജമാകുന്നു ഒരു വശത്ത്. മതേതരം ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെ മതമാകുന്നു മറുവശത്ത്. പ്രതീകാത്മക അനുഷ്ഠാനങ്ങളായി മതിലും മ്യൂസിയവുമായി ചിഹ്നങ്ങളും പാക്കേജുകളുമായി നവോത്ഥാനം കേരളത്തിൽ മായാവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ ഈ രണ്ട് വ്യാധികളെ നിഹനിക്കുന്ന പച്ചമരുന്നുകൾ ശ്രീനാരായണ ഗുരു എന്ന രസായനശാലയിൽ മറിഞ്ഞിരിപ്പുണ്ടെന്ന് ഈ അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. നവോത്ഥാനത്തെ വീണ്ടെടുക്കുക എന്നാൽ ആധുനികതര വ്യവഹാരങ്ങൾ മറവിയിലേക്ക് തള്ളിയ നേരങ്ങളെ, ഘനമൗനങ്ങളെ വീണ്ടെടുക്കുക എന്നാണ് അർത്ഥം. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പഠനം വിനോദ് ചന്ദ്ര ഇപ്രകാരം അവസാനിപ്പിക്കുന്നു.